ഇതൊക്കെ എന്താക്കിയതാ? ഇതൊക്കെ എന്താക്കിയത്? 2 മിനിറ്റ് വാപ്പി ഒന്ന് പുറത്തു പോയി വന്നപ്പോഴേക്ക് ഇവിടുത്തെ അവസ്ഥ നോക്ക് ഗൈസ്. ഇതെന്താക്കിയതാ? ഫുള്ള് കവറെല്ലാം വലിച്ചിട്ട് ഇതാ എൻ്റെ നിസ്കാര കുപ്പായ ബാക്കി എന്റെ കാല് വെച്ചിട്ട് കാര്യമില്ല. ഒക്കെ വലിച്ചിട്ടില്ല. ഇനി ഇതാ അരിയിട്ടനോ? എനിക്കൊരു JCB ഒക്കെ വാങ്ങി തന്നെ എന്തിനാ? JCB വാങ്ങി തന്നെ എന്തിനാ? അരിയിട്ടനോ? നോക്ക്, ഇതെല്ലാം കൊണ്ടാക്കട്ടെ വേഗം. ഇനി എന്തല്ലോ അരിയൊന്നും വിറ്റു. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മളെ CM മക്കാമത് ചോറ് കൊടുക്കല. അതുകൊണ്ട് ഞാനിവിടെ ആക്കിയിട്ടില്ല. അല്ല മിന്നുവിനെയും കൂട്ടിയാണ് പോകുന്നത്. എനക്കും മിന്നുവിനും ഓരോ പൊതി വെച്ച് കിട്ടുകയാണെങ്കിൽ ഇന്ന് ചോറ് വെക്കാണ്ട് കഴിച്ചലാവും അല്ലേ? രാത്രി നോക്കിയാൽ മതി, അല്ലെങ്കിൽ വന്നിട്ട് ചോറ് വെക്കണം. അപ്പോൾ പോവാ, നമുക്ക് എന്നാ ചായ കുടിച്ച് വേഗം പോവാ അല്ലേ? പിന്നെ ഇവിടെ ചായ ഒന്നും വെച്ചില്ല. ഈ 2 പൊറാട്ട വാങ്ങിയതേനും. അപ്പോൾ കറി ലേശം ഇവിടെ ഉണ്ടേനും. അപ്പോൾ സാലിനൊക്കെ ചോദിക്കും എന്തോ ഒരു ഇടങ്ങാറ് പോലെ. അവസാനം ഞാൻ ഇങ്ങനെ ഒരു 5000 രൂപ കടം തരുമോ എന്നെല്ലാം ചോദിക്കും പോലെ ലേശം സാലിന് തരുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഇവിടെ ഗ്യാസൊന്നും ഇല്ല. ചതനെ തന്ന് ദേശീയ പിടിച്ചല്ല, ഗ്യാസൊന്നും ഇല്ലടാ, സാലിനെ ഒന്നും കിട്ടുകയല്ല. അല്ലാത്ത ഇവിടെ കറി ലേശം ഉണ്ടായിരുന്നു, അതിലങ്ങനെ ഇളക്കി മിക്സ് ആക്കാന്ന് വിചാരിച്ചിട്ടാ. വെറുതെ പൈസ ഇട്ടാറുണ്ടാലോ അല്ലേ? എന്താ ഇന്നെ വെക്കാനോ? പനി വന്നിക്കോ? എൻ്റെ മോന് പനിയുണ്ട്. നമുക്ക് ടിനോയിനെ കാണിക്കണം എന്നാ. ഏതാ കുട്ടികളുടെ ഡോക്ടർ ഏതാ കോഴിക്കോട്? നല്ല ഈ വീഡിയോ കാണുന്ന ആളുണ്ടെങ്കിൽ കുട്ടികളുടെ ഡോക്ടർ ആരെങ്കിലും ഒന്ന് പറഞ്ഞ അല്ലേ? കുട്ടികളുടെ ഡോക്ടർ ആരാ ഇല്ലേ? ചോദിച്ചു നോക്കി അമ്മിക്കുട്ടാ. അപ്പോൾ ഗൈസ്, ഞങ്ങളിതാ ചോറ് വാങ്ങാനിതാ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എമിക്കുട്ടനും ഉണ്ട്. എമിക്കുട്ടൻ ഒരു വരിയിൽ എമിക്കുട്ടനെ നിർത്തുക, ഒരു വരിയിൽ ഞാനും. എന്നാ എമിക്കുട്ടാ? അപ്പോൾ വീഡിയോ കാണുന്ന മക്കാൻ വന്ന ഇന്നേ ദിവസം ചോറ് വാങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാളും വാങ്ങിക്കാനേ എന്നൊരു കമൻറ്റ് ഇടും കേട്ടോ. ഇത് തിങ്കളാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, എന്നാൽ പിന്നെ പോകുക മക്കാമിലേക്ക്. ഇനി പോകുന്നോട് പൗഡറെല്ലാം പിന്നെ ഇടാം. ഒരു മക്കാമിലേക്കാണ് പോകുന്നത്, ടൂറൊന്നുമല്ല. കണ്ണു എഴുതി പൗഡർ ഇട്ടിട്ട് ടൂറ് പോവുക, ലേശം ചോറ് വാങ്ങാനല്ലേ? നിങ്ങൾ പോന്നോട് തൽക്കാലം, ഞാനിവിടെ വെയിറ്റാ. എമിയാ വേന നമുക്ക് വരിയിൽ നിർത്തിക്കണം. ഓയ് എന്നാ കച്ചിന്നെ പോലുണ്ട്. ഈ പോന്ന മൊത്തം മക്കാമിലേക്കുള്ള ആൾക്കാരാണ് കേട്ടോ. എത്ര വണ്ടികളാന്നൊക്കെ, പിന്നെ ഫുള്ള് ജനാണ് കേട്ടോ. നല്ല ക്യൂ ഉണ്ടായി ഇപ്പോൾ ചോറ് വാങ്ങാനും ഒക്കെ. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്. നമ്മൾ വണ്ടി വെക്കുവാനോ ഒന്നിനൊരു സ്ഥലവും കാര്യമൊന്നുമില്ല. എന്താ ചെയ്യുക പിന്നെ ഇത് നമ്മൾ പിന്നെ ഇന്നിവിടെ ഇങ്ങനെ നേരം പോയി വന്നിട്ടൊന്നും ശരിയാവില്ല. ഫുള്ള് വണ്ടി വെക്കാൻ സ്ഥലമില്ല, ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ. അവിടെ പന്തൽ കെട്ടിയിട്ട് അവിടെ നിന്നല്ലേ ചോറ് കൊടുക്കുന്നത്. ചുറ്റടി മീത്തൽ എന്ന് പറഞ്ഞ ഇവിടെ എൻ്റെ പടച്ച തമ്പുരാനെ ഉയിര് പോയിക്കെന്നറിയാലോ. അമ്മാതിരി കുറേ നടന്ന് മുളങ്ങെത്തിപ്പോയില്ലേ. പക്ഷെ നമ്മൾ ക്യൂ നിൽക്കണ്ടേ വന്നില്ല. അപ്പോൾ കുഞ്ഞു പിന്നെ മിന്നുവിൻ്റെ ഒക്കെ ഇതിൽ പക്ഷെങ്കിൽ അപ്പോൾ വണ്ടികൾ മൊത്തം വണ്ടികളാട്ടോ. എവിടെ നിന്നൊക്കെയാ ആൾ വന്നല്ലേ? പിന്നെ തൃശ്ശൂരിൽ നിന്നൊക്കെ, തൃശ്ശൂർ കർണാടകയിൽ നിന്നൊക്കെ ആളുണ്ട് കേട്ടോ. ഇവിടെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ മാഷാഅല്ലാ എൻ്റെ അമ്മിക്കുട്ട എന്തോ നടന്ന് കുഴങ്ങിപ്പോയി കേട്ടോ. ഇവിടെ ഒക്കെ റൂമുണ്ട് കേട്ടോ. CM മക്കാമിലേക്ക് വരുന്നവർക്ക് നിൽക്കാൻ അല്ലേ? ഇവിടെയൊക്കെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ മിന്നുവിൻ്റെ വീട്ടിൽ വന്നേ അവർക്ക് കുറച്ച് ചോറ് കൊണ്ടു കൊടുക്കാനേ. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് അവിടെ വെച്ചിട്ട് ബാക്കി ഇതിങ്ങനെ നേർച്ചേൻ്റെ ചോറ്. എമിയാവ് എനിക്കാണോ പനിച്ചിന്നെ? പനിയില്ല കുട്ടികൾ നല്ല അരങ്ങി കിടക്കാൻ വേണ്ടേ കഞ്ഞിയും കുടിച്ചിട്ട് ആവേ. അപ്പോൾ ഞങ്ങൾ രാത്രിയൊക്കെ കൂടി കഴിക്കാനുണ്ട് കേട്ടോ ചോറ് തിന്നട്ടെ. അപ്പോൾ ഗൈസ്, ഞാനും എൻ്റെ മിയാവയും
ഉമ്മയും കൂടി മുടി വെട്ടാൻ പോവാനാ എമിയാവേൻ്റെ മുടി പറ്റ വെട്ടാൻ പോവാ ഞങ്ങള്. എന്താ പറ്റ വെട്ടിച്ചാലട്ടെ പറ്റ വെറ്റേ നല്ല മിലിറ്ററി കട്ടൊക്കെ വെട്ടിയതിനും കഴിഞ്ഞല്ലേ. ആ ഇൻ്റെ അത് ചോദിച്ചാ നോക്കണ്ടേ. പനിയുള്ള മോനായത് പനിക്കുന്നുണ്ട മോന നമ്പടൂ. വേറെ എനിക്ക് വേഗം പോവാ. ഗൈസ് ഞങ്ങൾ എമിയാവേൻ്റെ മുടി പറ്റ വെട്ടാൻ വന്നതാണ്. മുടി പറ്റ വെട്ടിച്ചാലെന്നാ എൻ്റെ മിലിറ്ററി കട്ടെല്ലാം വെട്ടിയിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ മുടി ഇതായി പോകുന്നുണ്ട്. കുട്ടികളെ പറ്റ വെട്ട അതുകൊണ്ടാണ് പനി വന്ന അതുകൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും ഇത് നമ്മൾ കേൾക്കണം. എന്താ ഞാൻ പറഞ്ഞ ഞാൻ എപ്പോഴും കൊണ്ടുവരാൻ ഞാൻ പോരൂല ഞങ്ങൾ അങ്ങ് കൊണ്ടുപോകുന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞല്ല. എന്തായാലും പറ്റ വെട്ട കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് മോഡലാക്കാം അല്ലേ. ഇറങ്ങിക്കുന്ന ഇനി മേലാലിഞ്ഞ ഞാൻ കൊണ്ടുവരൂല മുടി വെട്ടാൻ. ഇനി ഒട്ടൊക്കെ ഒന്ന് വെട്ടിക്കോ. ഇമാതിരി കരച്ചല്ലേ കരയുന്നേ. എങ്ങനെയുണ്ട് എമ്മിയോ മുടി വെട്ടി സുന്ദരനായോ? സൗന്ദര്യമെല്ലാം പോവാ ഇത് മുടി വെട്ടിയാരോ. സൗന്ദര്യത്തിനല്ല എന്നാ പോവാ.